ഞാനൊരു കഥ പറയാം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക സാഹിത്യത്തിൽ ഏറ്റവും വായിക്കപ്പെടുന്ന എഴുത്തുകാരിൽ ഒരാളാണ് ബ്രസീലിയൻ സാഹിത്യകാരൻ പൗലോ കെയ്ലോ. 1947 ഓഗസ്റ്റ് 24 ബ്രസീലിയയിലെ റിയോ ഡി ജനറോയിൽ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച കെയ്ലോ ചെറുപ്പം മുതൽ തന്നെ സാഹിത്യത്തിലും സംഗീതത്തിലും അമിതമായ പ്രണയം പുലർത്തിയിരുന്നു. ജീവിതത്തിൽ പല പരീക്ഷണങ്ങളെയും വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം എഴുത്തിലേക്ക് വഴിമാറിയത്. മാതാപിതാക്കൾക്ക് അദ്ദേഹം ഒരു സ്ഥിരപ്പെട്ട കരിയർ തേടണമെന്ന് തോന്നി. എഴുത്തുകാരൻ എന്ന സ്വപ്നം ഭ്രമമെന്ന് കരുതിയതിനാൽ പൗലോ കെയ്ലോയെ പലവട്ടം മാനസികാരോഗ്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ജീവിതത്തിൽ അദ്ദേഹം നേരിട്ടത് അനേകം പ്രതിസന്ധികളായിരുന്നു. മാനസിക സംഘർഷം, സാമൂഹിക വിമർശനം, വഴിമാറിപ്പോകുന്ന ബന്ധങ്ങൾ മുതൽ ദാരിദ്ര്യം വരെ. സംഗീതത്തിൽ കരിയർ ശ്രമിച്ചെങ്കിലും അത് ദീർഘകാലം വിജയകരമായില്ല. ഒരിക്കൽ ഗാനരചയിതാവും നാടക സംവിധായകനായും പ്രവർത്തിച്ചെങ്കിലും ലോകമെമ്പാടുമുള്ള വായനക്കാരെ ആകർഷിച്ചത് അദ്ദേഹത്തിൻ്റെ നോവലുകൾ തന്നെയാണ്. എല്ലാ തകർച്ചകളും പരീക്ഷണങ്ങളും അദ്ദേഹത്തെ എഴുത്തിലേക്ക് നയിച്ചു. പിന്നീട് അദ്ദേഹം കണ്ടെത്തിയത് ഒരു യഥാർത്ഥ പാതയാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതി ദ ആൽക്കെമിസ്റ്റ് 80-ലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വപ്നങ്ങളെയും ജീവിത ലക്ഷ്യങ്ങളെയും പിന്തുടരുന്ന ഒരു ഇടയൻ്റെ ആത്മീയ യാത്രയാണ് ഈ കൃതി ചിത്രീകരിക്കുന്നത്. ഇതിനു പുറമെ ബ്രൈഡ, വെറോണിക്ക ഡിസൈഡ്സ് ടു ഡൈ, ദ ഡെവിൾ ആൻഡ് മിസ് പ്രിം, 11 മിനിറ്റ്സ്, ദ വിൻഡർ സ്റ്റാൻഡ്സ് അലോൺ തുടങ്ങിയ നിരവധി നോവലുകൾ അദ്ദേഹം ലോകത്തിന് നൽകിയിട്ടുണ്ട്. കെയ്ലോയുടെ എഴുത്തിൽ മനുഷ്യൻ്റെ വിശ്വാസം, പ്രണയം, സ്വാതന്ത്ര്യം, ആത്മീയത എന്നിവ ശക്തമായി പ്രതിഫലിക്കുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് വായനക്കാർക്ക് പ്രചോദനമായി നിലകൊള്ളുന്ന പൗലോ കെയ്ലോ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും സ്വപ്നങ്ങളെ പിന്തുടരുക എന്ന സന്ദേശം തന്നെയാണ് പകർന്നുകൊണ്ടിരിക്കുന്നത്. ജീവിത പങ്കാളിയായ ക്രിസ്റ്റീന ഒരു കലാകാരി കൂടിയാണ്. ഇന്ന് പൗലോ കെയ്ലോയുടെ ജീവിതകഥ തന്നെ നമ്മോട് പറയുന്നത് ഒരു വലിയ സത്യമാണ്. പ്രതിസന്ധികൾ നമ്മെ തടയാനല്ല, നമ്മുടെ വഴിയിലേക്ക് നയിക്കാനാണ്.